ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വിവോ X200 പ്രോന്റെ ഒരു റിവ്യൂ ആണ്. നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 3 മാസമായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 3 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ലോങ് ടേം എന്ന് പറയാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ 3 മാസത്തിലായിട്ടുള്ളൂ. പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു ടൈം പീരീഡ് ആയിട്ടുണ്ട്. നമുക്കൊരു റിവ്യൂ പറയാവുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, ഇതൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആണ്. നിങ്ങൾക്കൊരു 95,000 സാധനം ലോഞ്ച് ചെയ്ത സാധനമാണ്. നമുക്ക് എന്നാലും എനിക്ക് കിട്ടിയത് 87 രൂപയ്ക്കാണ് കേട്ടോ. 87 രൂപയ്ക്കാണ് ഞാൻ അത് വാങ്ങിച്ചത്. ചിലവർക്ക് ഇത് 82 രൂപയ്ക്കും 83 രൂപയ്ക്ക് ഓഫ്ലൈൻ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഇത് സ്റ്റോക്ക് ഓഫ്ലൈനിൽ കിട്ടാൻ കുറച്ച് പാടാണ്. ആമസോണിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന കാർഡ് ഡിസ്കൗണ്ട് 7,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആമസോണിന്റെ ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ ടാഗ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ യൂട്യൂബ് ടാഗ് ചെയ്ത് വരും. പക്ഷേ ഫ്ലിപ്കാർട്ട് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. അതിപ്പോൾ നിങ്ങൾക്ക് ഡിപ്പെൻസ്, നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് അത് നോക്കിയിട്ട് വാങ്ങിക്കാം. എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളൊരു ഇനീഷ്യൽ റിവ്യൂ നമ്മൾ പറയാൻ പോകുന്നപ്പോൾ ഞാൻ ആക്ച്വലി ഇതിന്റെ ഒരു പോയിന്റ് വൈസ് ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പോയിന്റ് വൈസ് ആണ്, നിങ്ങൾ ഓൾറെഡി ഞാൻ സ്ക്രീനിലും വേണമെങ്കിൽ കാണിക്കാം. ഈ ഒരു എന്താ പറയാ, ഞാൻ എൻ്റെ സ്ക്രീനിൻ്റെ ഓട്ടോ ബ്രൈറ്റ്നസ് സംഭവമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ ഒരു ലൈൻ സെറ്റപ്പിലായിരിക്കും നമ്മൾ ഇതിന്റെ റിവ്യൂ പറയാൻ പോകുന്നത്. അതായത് ആദ്യം ഡിസ്പ്ലേ, ബാറ്ററി, ബിൽഡ് ക്വാളിറ്റി, അങ്ങനെ കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ ഓൾറെഡി ഇവിടെ എഴുതി കാണിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം പറയാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആണ്. അപ്പൊ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.78 ഇഞ്ചിന്റെ LTPOന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ തന്നെയാണ്. മൈക്രോ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതായത് 4 സൈഡിലും കർവ്, ചെറുതായിട്ട് കർവ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇൻബിൽഡ് ആയിട്ട് സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഒരു കിടിലൻ ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ ഇത് ബ്രൈറ്റ്നസ് ഏറ്റവും കുറച്ച് വെച്ചൊക്കെ കേട്ടോ. നമുക്ക് ഞാൻ ഇതിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ ബ്രൈറ്റ്നസ് ഏറ്റവും കുറച്ച് വെച്ചിട്ടാണ് ഇത്രയും ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ എക്സ്ട്രാ ടെമ്പർ ഗ്ലാസോ കാണണമെന്ന് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇൻബിൽഡ് ആയിട്ട് നമ്മുടെ വിവോ തരുന്ന ആ സ്ക്രീൻ ഗാർഡ് മാത്രമേ തന്നെ ഇട്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഈ കർവ് വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ സ്ക്രീൻ ഗാർഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. അത് മാത്രമല്ല, ഈ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ് നമുക്ക് ഇതിൽ ഡിസ്പ്ലേയിൽ വരുന്നത്. ഈ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ടെമ്പർ ഗ്ലാസ് ഓടിച്ചാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഇൻബിൽഡ് വരുന്ന സ്ക്രീൻ ഗാർഡ് മാക്സിമം ഉപയോഗിച്ചിട്ട് മാത്രം കളഞ്ഞാൽ മതി. എന്താ വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത സ്ക്രീൻ ഗാർഡാണ്. അത്ര പെട്ടെന്നൊന്നും സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ആവണമെന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ഒരു മീഡിയം യൂസേജ് ആണ്. റഫ് യൂസ് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ എല്ലാ ഗാഡ്ജറ്റ്സുകളും ഞാൻ അത്യാവശ്യം നല്ല സൂക്ഷിച്ചാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ നിലത്ത് വീണിട്ടൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ നല്ല കേസുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഗോൾഡൻ സാൻ എന്ന് പറഞ്ഞൊരു കേസാണ്. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഇൻബിൽഡായിട്ട് ഇതിന്റെ കൂടെ വരുന്നത് ടൈറ്റാനിയം ഗ്രേ എന്ന് പറഞ്ഞൊരു മോഡലാണല്ലോ. ഇതിന്റെ കൂടെ നമുക്ക് കേസ് കിട്ടുന്നത് നോർമൽ ആയിട്ടുള്ള TPU എന്താ പറയാ, ട്രാൻസ്പാരന്റ് കേസാണ്. അതൊരു കാര്യമില്ല, അത് മഞ്ഞയാവും. പിന്നെ വരുന്നത് ബ്ലാക്ക് കളറാണ്. അത് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ നോക്കിയിട്ട് പോയിട്ട് വാങ്ങിക്കാം. എനിക്ക് ബ്ലാക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നോർമൽ നമ്മുടെ സാധാ ഒരു വിവോയുടെ നോർമൽ ഒരു 30,000-40,000 രൂപയുടെ ഫോൺ കാണുന്ന പോലെ ആയിട്ട് ഫീൽ ചെയ്തുള്ളൂ ബ്ലാക്ക്. പക്ഷേ ഈ സാധനം അത്യാവശ്യം നല്ല ലുക്കും, ഈ കളറൊക്കെ ഒരു വെറൈറ്റി ലുക്ക് വരുന്നുണ്ട്. ഒരു ടൈറ്റാനിയം ഫിനിഷിന്റെ ലുക്ക് വരുന്നത്. പറയുമ്പോൾ ടൈറ്റാനിയം നല്ല അലുമിനിയം ആണെങ്കിലും പക്ഷെ ടൈറ്റാനിയം ഫിനിഷിന്റെ ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി കളർ എടുത്തത് മെയിൻ കാരണം. പിന്നെ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. നല്ല ടോപ്പ് നോച്ച് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. ഇൻക്ലൂഡിങ് നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ കൂട്ടാ. നല്ല ഫാസ്റ്റ് ആണ്, അൾട്രാസോണിക് ആണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്താ പറയാ, രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ അതിന് മുമ്പ് ഓൾറെഡി പറഞ്ഞു, നമ്മുടെ വിവോ X200 FE ഞാൻ ഇതുപോലെ അതിൽ ഒപ്റ്റിക്കലാണ് വരുന്നത്. പക്ഷെ നമുക്ക് അതിൽ ഫിംഗർ പ്രിന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അതിന്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ 3ാമത്തെ ചാനലാണെന്നുണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കാട്ടോ. അത് ഫുൾ ടെക്കാണ്. GHH വേൾഡ് എന്ന ചാനലിന്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇതാണ് ആദ്യത്തെ ഡിസ്പ്ലേ ട്ടാ. രണ്ടാമത്തെ പറയുന്നത് ബാറ്ററിയാണ് വരാൻ പോകുന്നത്. 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. 30 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പും എനിക്ക് അത്യാവശ്യം നല്ലോണം ഒരു 9 to 10 hour ഒക്കെ സുഖമായിട്ട് സ്ക്രീൻ ഓൺ ടൈം എനിക്ക് കിട്ടുന്നുണ്ട്. ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഒരു നോർമൽ യൂസേജ് ഒക്കെ ആണെങ്കിൽ ഒരു 1.5 ദിവസം ഒക്കെ എനിക്ക് സുഖമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതും എന്താ പറയാ, ഹൈലി റെക്കമെൻഡേഷൻ തന്നെ വേണമെങ്കിൽ പറയാം. അതിന് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു റേറ്റിംഗ് കൊടുക്കാം. അപ്പോൾ ഇതൊരു നല്ല പരിപാടി ആയിരിക്കുമല്ലോ. ഡിസ്പ്ലേക്ക് ആണെങ്കിൽ ഞാനൊരു 10-9 കൊടുക്കും. ബാറ്ററിക്ക് ആണെങ്കിൽ ഞാൻ 10-ലും 9 തന്നെ കൊടുക്കൂട്ടാ. ബാറ്ററി ബാക്കപ്പും കൊള്ളാൻ പറയുമ്പോൾ ഉണ്ട്. ഇത്ര സ്ലിം ആണ് കണ്ടു. ഇത്ര സ്ലിം ആയിട്ട് പോലും ഇതിൽ 6000 mAh ബാറ്ററി, സിലിക്കൺ കാർബൺ ബാറ്ററി ആണ് വേറെ കാര്യം. അതുകൊണ്ട് നല്ല ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. ഒരു നെഗറ്റീവ് എനിക്ക് ഇതിൽ തോന്നിയത് നമ്മുടെ ഈ ഐക്യുവിന്റെ ഫോൺ ഉണ്ടല്ലോ, ഇതിലും 6000 mAh തന്നെയാണ്. IQ13 ആണത്. ഇതിന്റെ കൂടെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് കിട്ടുന്ന ചാർജർ ഉണ്ടല്ലോ, കിടിലൻ ചാർജറാണ്. ആ ചാർജർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ഫോൺ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. PD ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. വിവോന്റെ ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. OnePlusന്റെ ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. IQന്റെ ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. 120 വാട്ട്സിന്റെ ചാർജർ അത്. അപ്പൊ ആ ചാർജറൊക്കെ ആക്ച്വലി ഇവർ ഇതിന്റെ കൂടെ തരണമായിരുന്നു. ഇതിന്റെ ചാർജർ എന്ന് പറയുന്നത് ആകെ
വിവോന്റെ ചാർജിങ് ടെക്നോളജി മദർ സപ്പോർട്ട് ഉള്ളൂ. മറ്റേ സപ്പോർട്ട് ചെയ്യും, പക്ഷെ ചെറുതായിട്ട് സ്ലോ ആയിട്ട് ചാർജ് ചെയ്യുള്ളൂ. ഈ ഫോണും നമുക്ക് PD ചാർജിങ് നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ടാലും പക്ഷേ 25 വാട്ട് വരെയൊക്കെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷെ എനിക്ക് ആ ചാർജർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ശരിക്കും IQ13 കൂടെ അവർ കൊടുത്തിട്ട് പിന്നെ വിവോന്റെ X സീരീസിന്റെ കൂടെ അവർ എന്താണ് അത് കൊടുക്കാത്തത്, എനിക്കത് തീരെ മനസ്സിലായില്ല ആ ഒരു പരിപാടി. ശരിക്കും സത്യം പറയുകയാണെങ്കിൽ വിവോ, OnePlus ഇതൊക്കെ ഒരേ ബ്രാൻഡാണല്ലോ, BBK ഗ്രൂപ്പിന്റെ ആണ്. ഇവരൊക്കെ ആ ഒരു ചാർജർ ആക്കണം യൂണിവേഴ്സൽ ആയിട്ട്. അത് എന്ത് കിടിലൻ ചാർജറാണെന്നറിയോ, കിടിലൻ സാധനം. അതിന് സെപ്പറേറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സാധനം സെപ്പറേറ്റ് പോയി വാങ്ങിക്കാട്ടോ. 3200 രൂപയാണ്ടാണ് അതിന്റെ ബ്രിക്കിന്. കേബിളിനാണെങ്കിൽ 800 രൂപ വരും. നിങ്ങൾക്ക് ഐക്യുവിന്റെ വിവോന്റെ സർവീസ് സെന്ററിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. കിടിലൻ സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. ഞാൻ അത് ഉപയോഗിച്ചിട്ട് എല്ലാം ചാർജ്. അപ്പോൾ നമുക്ക് എന്തായാലും ബാറ്ററി സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ വന്നത് ബിൽഡ് ക്വാളിറ്റി ആണ്. ബിൽഡ് ക്വാളിറ്റി നമ്മൾ ചെറുതായിട്ട് അതിൽ പറഞ്ഞു. നല്ല അലുമിനിയം ഫിനിഷ് ആണ് വരുന്നത്. രണ്ട് സൈഡിലും ഗ്ലാസ് ആണ്. ഇവരുടെ എന്താ പറയുക, ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. പറയുമ്പോൾ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ ക്യാമറ സൈഡിൽ കുറച്ച് അത്യാവശ്യം നല്ലോണം ഡസ്റ്റും കാര്യങ്ങളൊക്കെ വരും. IP68X69 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നിങ്ങൾക്ക് വാഷിംഗ് ഒക്കെ ചെയ്യാം. എന്താ വെച്ചാൽ ഈ സൈഡിൽ നല്ലോണം പൊടി കയറും. അപ്പം ഞാൻ നോർമലി ചെറുതായിട്ട് വാഷൊക്കെ ചെയ്യാറ്. ഞാൻ നോർമൽ പണ്ടും ഇതുപോലെ IP68 ഫോൺ വാഷ് ചെയ്യാറുണ്ട്. പക്ഷേ നോട്ട് റെക്കമെൻഡേഷൻ. എന്താ വെച്ചാൽ കയറി കഴിഞ്ഞാൽ വാറണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടില്ല. IP69 എന്ന് പറയുന്ന സംഭവം ഹൈ പ്രഷറുള്ള സംഭവമാണ്. അപ്പോൾ നോർമലി ഞാൻ ഇതുവരെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ദിസ് ഇസ് നോട്ട് എ റെക്കമെൻഡേഷൻ ടു വാഷ് യുവർ ഫോൺ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ നാലാമത്തേന്ന് പറയുന്നത് സർവീസാണ്. സർവീസും ടോപ്പ് നോച്ചാണ്. ഇപ്പം നോക്കി കഴിഞ്ഞാൽ വൺ ഓഫ് ദ ടോപ്പ് സർവീസ് ബ്രാൻഡ് എന്നൊക്കെ, മൊബൈൽ ബ്രാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സർവീസ് സെക്ടറിൽ കേട്ടോ. എന്ന് വെച്ചാൽ വിവോ IQ സെയിം തന്നെയാണ്. പക്ഷേ വിവോന്റെ X സീരീസ് ഫോണുകൾക്ക് ഒരു സെപ്പറേറ്റ് സെക്ഷനും സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതും കിടലൻ തന്നെയാണ്. ഞാൻ റീസെന്റ് എൻ്റെ ഒരു സർവീസ് എക്സ്പീരിയൻസ് നമ്മുടെ 3ാമത്തെ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ പോയി കണ്ടു നോക്കട്ടെ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇനി അഞ്ചാമത്തെ പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ AI കാര്യങ്ങളാണ്. AI ഫീച്ചേഴ്സ് കാര്യങ്ങളാണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഫണ്ട് ചോയ്സ് ആണ് വരുന്നത്. AI ഫീച്ചേഴ്സും എല്ലാ ഇഷ്ടംപോലെ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. പറയുമ്പോൾ നമ്മുടെ ഈ എന്താ പറയുക, OnePlusന്റെ അത്രയ്ക്ക് ഓക്സിജൻ വോയിസിന്റെ അത്ര AI ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിലും പക്ഷെ എന്നാലും അത്യാവശ്യം എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. ഞാൻ പേരെടുത്ത് പറയണമെന്നില്ല. പിന്നെ അടുത്ത് നമ്മുടെ ഫൺ ടച്ച് വോയിസിനെ കുറിച്ചാണ്. ശരിക്കും ഈ ഫോണിൽ ആകെ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഫൺ ടച്ച് വോയിസ് ആണ്. ബാക്കി എല്ലാം ടോപ്പ് നോച്ച് ആണ്. അപ്പോൾ ഫൺ ടച്ച് വോയിസ് ശരിക്കും ഇമ്പ്രൂവ് വരുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നപ്പോൾ IQന്റെ Z10R എന്നൊക്കെ പറഞ്ഞ മോഡൽ ഞാൻ ഇപ്പോൾ റീസെന്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആക്ച്വലി ഇതിലുണ്ടായിരുന്ന കുറെ ബ്ലോട്ട് വോയിസ് ഒക്കെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിവോസിന്റെ കുറെ കൂടെ കൂതറ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ അതിൽ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഇനിയും ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഒറിജിനൽ വോയിസ് ഇന്ത്യയിൽ വരുന്നൊന്നുമില്ല. പക്ഷെ ഒറിജിനൽ വോയിസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് Android 16 വരുമ്പോൾ കിട്ടുന്നതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസ് ആണ്. പെർഫോമൻസിൽ നമുക്ക് ഇതിൽ ഡയമണ്ട്സിറ്റിയുടെ 9400 എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ അവരുടെ ഡയമണ്ട്സിറ്റിക്കാരുടെ അല്ലെങ്കിൽ എന്താ പറയുക MediaTekന്റെ ഒരു ഹൈ എൻഡ് പ്രോസസ്സറാണ് അതിൽ വരുന്നത്. 3 നാനോമീറ്ററിൽ വരുന്ന പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 808ന്റെ ഓൾമോസ്റ്റ് അടുത്ത് വരുന്ന ഒരു പ്രോസസ്സർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊരു ഇഷ്യൂസും കാണുന്നു, ഒരു ലാഗോ സംഭവങ്ങളൊന്നും ഫേസ് ചെയ്ത് വന്നിട്ടില്ല. നമ്മൾ അത്യാവശ്യം എല്ലാ മൾട്ടിപ്പിൾ യൂസബിലിറ്റിയും സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻക്ലൂഡിങ് എഡിറ്റിംഗ് സംഭവം നോക്കിയിട്ടുണ്ട്. ഗെയിമിങ് ഞാൻ കളിക്കാറില്ല, പക്ഷേ ഗെയിമിങ് സുഖമായിട്ട് കളിക്കാം. ഒരു ഇഷ്യൂസും കാണുന്നില്ല. പിന്നെ വേറെ ഇഷ്യൂസും കാണുന്നു നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല. ശരിക്കും ആക്ച്വലി ചില ജക്ടേഴ്സും അതുപോലെ തന്നെ ലാഗും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അത് ആക്ച്വലി നമ്മുടെ ഈ സോഫ്റ്റ്വെയർ സെക്ഷനിൽ വരുന്ന ഇഷ്യൂസ് ആണ്, ബഗ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, വിവോന്റെ സോഫ്റ്റ്വെയർ സെക്ഷനാണ് ശരിക്കും ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വീക്ക്. ബാക്കിയെല്ലാം ടോപ്പ് നോച്ചാൽ പ്രത്യേകിച്ച് X സീരീസ് ഫോണുകളിലും ഒക്കെ V സീരീസിലായിക്കോട്ടെ. അതാണ് മെയിൻ ഒരു പ്രോബ്ലം, ഒരു സംഭവം നമുക്ക് പറയാനുള്ളത്. പെർഫോമൻസിന്റെ സൈഡിൽ ഒരു പ്രശ്നവുമില്ല. 16GB 512GB മോഡലാണ്, ആകെ ഒരു മോഡൽ തന്നെയുള്ളൂ. ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയാം. ഈ പ്രൈസ് റേഞ്ചിൽ വേറെ വല്ല ബ്രാൻഡുകൾ കിട്ടും നിങ്ങൾക്ക്. വേറെ നമ്മുടെ Xiaomi 15 കിട്ടും. ഞാൻ പറഞ്ഞത് നമ്മുടെ ഐഫോണും ആപ്പിളിന്റെ കാര്യമൊക്കെ പറഞ്ഞേട്ടാ. ഫ്ലാഗ്ഷിപ്പ് സീരീസിന്റെ റേഞ്ചിൽ പറഞ്ഞാണ്. എന്ന് വെച്ചാൽ 90 റേഞ്ചിലൊക്കെ 600 ആണല്ലോ മെയിൻ. പിന്നെ നമ്മുടെ പിക്സലും. അപ്പോൾ പെർഫോമൻസ് കഴിഞ്ഞു. അടുത്ത് നമുക്ക് കോൾ ക്വാളിറ്റിയിൽ പറയുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ക്ലിയർ കോൾസ് ആണ്, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഡ്രോപ്പിങ്ങോ സംഭവങ്ങളോ ഒന്നുമില്ല. റേഞ്ച് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. വൈഫൈ ആയിക്കോട്ടെ റേഞ്ച് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. എല്ലാം ടോപ്പ് നോച്ചാണ്. ഞാൻ നോർമലി Jio 5G ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് സ്പീഡും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. വൈഫൈയിലായിക്കോട്ടെ എല്ലാം ടോപ്പ് നോച്ച് സ്പീഡും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വരുന്നത് സ്പീക്കർ വോളിയത്തിലാണ്. ഇതിൽ ആക്ച്വലി ഒരു നെഗറ്റീവാണ് സ്പീക്കർ വോളിയം. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പറയുമ്പോൾ ഇതിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ടെങ്കിലും നമ്മൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് നമ്മൾ ലൗഡ് സ്പീക്കറിൽ ഇട്ടു, അപ്പോൾ ഭയങ്കര വോളിയം കുറവാണ്. പിന്നെ നമ്മൾ കോൾ വരുമ്പോൾ ലൗഡ് സ്പീക്കറിലിട്ട് വർത്താനം പറയാൻ നോക്കി കഴിഞ്ഞാൽ അതിനൊക്കെ ഈ ഇതിന്റെ വോളിയം ഉണ്ടല്ലോ, ഭയങ്കര സൗണ്ട് എന്നല്ല വോളിയം എന്ന് പറയാനുള്ളത് ശരിക്കും. എന്താ വെച്ചാൽ ലൗഡ്നെസ് അത് ഭയങ്കര കുറവാണ്.
ക്വാളിറ്റി ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല, സൗണ്ട് ക്വാളിറ്റി ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മുടെ എന്താ പറയുക ലൗഡ്നെസ് ഭയങ്കര കുറവാണ്. നിങ്ങളിപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ലൗഡ് സ്പീക്കർ കിട്ടുകയാണെങ്കിൽ ഒന്നും കേൾക്കില്ല. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും ഈ സംഭവത്തിലുണ്ട്. ഇപ്പൊ വിവോയിലെ മിക്ക എല്ലാ ഫോണുകൾ ഈ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. നമ്മുടെ X2 FE ആയിക്കോട്ടെ, വിവോന്റെ V50 സീരീസ് ആയിക്കോട്ടെ, മിക്ക എല്ലാ ഫോണുകളും ഉണ്ട്. നമ്മുടെ ഐക്യൂന്റെ ഫോണിൽ ഐക്യൂല് കുറച്ച് ബെറ്റർ എന്ന് മാത്രമേ ഉള്ളൂ. IQ13 കുറച്ച് ബെറ്റർ അതിന്റെ സ്പീക്കർ ഇട്ട് അതിനാട്ടും കുറച്ച് ബെറ്ററാ. അപ്പൊ അതാണ് നമ്മുടെ സ്പീക്കർ ക്വാളിറ്റിന്റെ കാര്യം. അടുത്തത് നമ്മുടെ ക്യാമറ. ഇത് മെയിൻ ആയിട്ട് X സീരീസ് എന്ന് പറയുന്നത് ക്യാമറ ഫോൺ ആണല്ലോ, കിടിലൻ സാധനം. ഫ്രണ്ടിലും ബാക്കിലായിക്കോട്ടെ. ഇതിന്റെ ശരിക്കും ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിലത്തെ സെൽഫി ക്യാമറ ആണ് 32 മെഗാപിക്സലിന്റെ. ഇതിൽ ഓട്ടോ ഫോക്കസും കാണുന്നു വരുന്നില്ല. പക്ഷെ നോർമലായിട്ട് എടുക്കുമ്പോൾ വലിയ ഇഷ്യൂസും കാണുന്നില്ല. വലിയ മോശമായിട്ടുള്ള ഫോട്ടോസ് ഒന്നുമല്ല. കമ്പയർഡ് ടു റിയർ ക്യാമറ ഇത് കുറച്ച് ഡൗൺ സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാത്ത പക്ഷം ഇഷ്യൂസ് കാണുന്നില്ല കേട്ടോ. ഇനി നമുക്ക് റിയർ ക്യാമറയിലേക്ക് പോവാം. 50 മെഗാപിക്സലിന്റെ മെയിൻ പ്രൈമറി സെൻസറും 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിളും 200 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ സെൻസറാണ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത സെൻസസ്. ഞാൻ എന്തായാലും എന്താ പറയുക സാമ്പിൾസും കേൾക്കുന്നെങ്കിൽ ഞാൻ ഇതിൽ നിങ്ങൾ ഓൾറെഡി വീഡിയോന്റെ ഇടയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് പോർട്രേറ്റ് ആയിക്കോട്ടെ, സൂം ഫോട്ടോസ് ആയിക്കോട്ടെ. ഞാൻ റീസെന്റ് എന്റെ ചേട്ടന്റെ മുകളിലെ ഒരു ഫോട്ടോ, ഇതിലെടുത്ത ഫോട്ടോ ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്തു. എന്റെ അമ്മോ എന്താ ക്വാളിറ്റി എന്ന് അറിയും. നമ്മുടെ മിറർലെസ് ക്യാമറയിൽ ഹൈ ക്വാളിറ്റി മിറർലെസ് ക്യാമറയിൽ എടുത്തിട്ട് നമ്മൾ ആ സാധനം പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ എന്താ ക്വാളിറ്റി കിട്ടുന്നത് അതേ മോഡലിൽ സാധനമൊക്കെ കിട്ടുന്നത്. ടോപ്പിന് വെച്ച് സാധനം ഉണ്ട്. ഒരു രക്ഷയില്ലാത്തതിന്റെ റിയർ ക്യാമറ എന്താ പറയാ ഒരു പ്രശ്നമില്ലാണ്ട് നിങ്ങൾക്ക് 2-3 കൊല്ലത്തേക്ക് ഇതിന്റെ എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ അടുത്തേക്ക് ഇനിയിപ്പോ X300 ഇറങ്ങി കഴിഞ്ഞാലും വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും അവിടെ വരാൻ എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അതിൽ ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് എന്നാണ് വേണമെങ്കിൽ പറയാവുന്ന ഒരു ക്യാമറ സെറ്റപ്പാണ് റിയറിൽ വരാറുള്ളത്. എനിക്ക് തോന്നി X300 വരുമ്പോൾ അവർ വേണമെങ്കിൽ സെൽഫിയിലും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ പ്രൈസിംഗ് ആണ്. ഞാൻ ഓൾറെഡി പ്രൈസിംഗ് പറഞ്ഞു. 94,999 ആണ് ഇതിന്റെ നോർമൽ പ്രൈസിംഗ് വരുന്നത്. വിത്തൗട്ട് എനി ഓഫറായിട്ട് നമുക്ക് കാർഡ് ഡിസ്കൗണ്ട് 7,000 രൂപയൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതനുസരിച്ച് ഡിപ്പെൻസ് ആണോ നിങ്ങൾ ഓഫ്ലൈനിലാണോ ഓൺലൈനിലാണ് വാങ്ങിക്കുന്നത്. ഞാൻ എന്തായാലും ആമസോണിന്റെ ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വരുന്ന നമുക്ക് പറയാനുള്ളത് ഒരു ഓൾട്ടർനേറ്റീവ്സ് ആണ്. നമുക്ക് ഈ സാധനത്തിന് പകരം വേറെ ഏതൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ഈ റേഞ്ചിൽ നമുക്ക് എടുക്കാം. ഒരെണ്ണം പാക്കിൽ എടുക്കാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് S24 Ultra ആണ്. നമുക്ക് ഇപ്പോൾ ആമസോണിൽ സെയിൽസ് ഉണ്ടെന്നും കൂടെ ഉള്ള സെയിൽ അത് കഴിഞ്ഞു കുത്ത് 80,000 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ S24 Ultra കിട്ടും. പിന്നെ നമുക്ക് Pixel 9 Pro കിട്ടും ഈ റേഞ്ചിൽ ഓൾമോസ്റ്റ്. പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന മോഡൽ എന്ന് പറയുന്നത് ഞാൻ ഐഫോണിനെ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്ക് 15 Pro ഒക്കെ ഈ റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ 128 GB ഒന്നും പോയി എടുക്കരുത് കേട്ടോ. മിനിമം 256 പോയി എടുക്കണം. 16 Pro എനിക്ക് തോന്നുന്നില്ല ഈ റേഞ്ചിൽ കിട്ടുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾ ഐഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ Pro സീരീസ് മാത്രം എടുത്താൽ മതി. ഈ എൻട്രി ലെവലൊന്നും പോയി എടുക്കാണ്ടിരിക്കുക. S25 ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് തന്നെ ഈ പ്രൈസ് വരുന്നുണ്ട്. ഈ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ റേഞ്ചിൽ വേറെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഒപ്പോന്റെ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അതിന്റെ പേരുണ്ടായിരുന്നു ഒപ്പോന്റെ X8 ഉണ്ടായിരുന്നു. X8 Ultra ഉണ്ടായിരുന്നു. പക്ഷെ ആ സാധനമൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടേ ഇല്ല, ഓൺലൈനും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ Xiaomi 15 Ultra ആണ്. അതും ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ വട്ടാണ് അവർ പ്രൊഡക്ഷനൊക്കെ നിർത്തിയതുകൊണ്ട് ഇനിയിപ്പോൾ ചില സ്റ്റോക്ക് ഓഫ്ലൈനിൽ മാത്രമുള്ളത്, ഓൺലൈനൊക്കെ സാധനം കിട്ടാനേ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ 15 Ultra നല്ലതാണ്. പക്ഷേ ഇതിനായിട്ടും കുറച്ച് പ്രൈസ് കൂടുതലാണ്. ഓൾമോസ്റ്റ് ഒരു 1.10 വരും. പക്ഷെ എന്നാലും ക്യാമറ പെർഫോമൻസ് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് സെൻസറൊക്കെ 1 ഇഞ്ച് സെൻസറൊക്കെ വരുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര സെയിൽസ് കുറവാണ് ഷോമിനൊക്കെ. അൾട്രയൊക്കെ ശരിക്കും പൊട്ടിന്നാണ് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ അത്രയും പോലും സെയിലായിട്ടില്ല. അപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ നിർത്തി. ഒപ്പോന്റെ X സീരീസ് ആയാലും X-ഇല്ലേ എനിക്കതിന്റെ X8 അതന്നെ അതായാലും അവർ പെട്ടെന്ന് നിർത്തി. അവരുടെ X8 എന്ന് പറഞ്ഞാൽ നോർമൽ മോഡൽ അത്യാവശ്യം നല്ല ഫോണായിരുന്നു. X8 Ultra റെക്കമെൻഡ് അല്ല, വലിയ കാര്യമൊന്നുമില്ല. അത് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു, വലിയ കാര്യമൊന്നും ഉണ്ടാകുന്നില്ല. X8 നോർമലല്ല, പക്ഷെ അതൊക്കെ നിർത്തി ഇപ്പോൾ കിട്ടാനില്ല സാധനം. ഞാൻ ആക്ച്വലി ആദ്യം വാങ്ങിച്ചാലും വിചാരിച്ചാണ്. പക്ഷെ അത് പറയുമ്പോൾ ഇതിന്റെ സെയിം പ്രൊസസ്സറൊക്കെയാണ് അതിൽ വരുന്നത്. ഇപ്പം ആദ്യം ഞാൻ ഇത് വാങ്ങിയ സമയത്ത് ഞാൻ നോക്കിയതാ X8, പിന്നെ അത് വേണ്ട വെച്ചാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു എന്താ പറയാ ഒരു പ്രാക്ടിക്കൽ റിവ്യൂ എന്ന് പറയാൻ. ഞാൻ നോർമലി നമ്മുടെ വലിയ ചാനലിന്റെ പോലെ എന്താ പറയാ ഭയങ്കരമായിട്ട് ഗ്രാഫിക്സ് കയറ്റി, എന്താ പറയാ ഷോർട്സ് കുറെ കയറ്റി, എന്താ പറയാ പിന്നെ എന്താ പറയുക ഭയങ്കരമായിട്ട് എഡിറ്റിംഗ് ചെയ്തിട്ടൊന്നും ചെയ്യാറില്ല. നിങ്ങൾക്ക് നോർമൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ യൂസേജ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നോർമൽ സാധാ ക്ലിയർ റിവ്യൂ നമ്മൾ ചെയ്യാറ്. അത് തന്നെ ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ മറ്റേ പോലെ നിങ്ങൾ വലിയ ചാനലൊക്കെ അവരുടെ മെയിൻ പരിപാടിയാണത്. പിന്നെ അതിലൊരു 10-15 പേര് എഡിറ്റിങ്ങിന് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ ആക്ച്വലി നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടെക് ഫീൽഡിൽ റിവ്യൂവറിനെ നോക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഫോളോ ചെയ്യാറുള്ളത് ഗീക്കി രഞ്ജിത്തിനെയാണ്. ആളുടെ റിവ്യൂസ് ഒന്നും അറിയാം. ആൾ നല്ല ക്വാളിഫൈഡ് ആണ്. അയാളുടെ ഫീൽഡിലുള്ള സംഭവമാണ് അയാൾ ചെയ്യുന്നത്.
അത് നീറ്റായിട്ട് പണ്ട് തൊട്ട ആൾ തന്നെ നോർമൽ സാധാരണ പോലെ ചെയ്യാറുള്ളൂ, വലിയ എഡിറ്റിങ്ങോ സംഭവമൊന്നുമില്ല. ബാക്കിയുള്ളവർക്ക് ഉടായ്പ കമ്പനി ബിസിനസ് പരിപാടി ഫുൾ ബിസിനസ് ആയിട്ട് നടത്താം. ബാക്കിയുള്ളവർ ബിസിനസ് ആയിട്ട് നടത്താന്നല്ല അല്ലാന്നല്ല പറഞ്ഞത്, പക്ഷെ ബാക്കിയുള്ളവർക്ക് പച്ച ബിസിനസ്സാണ്, വേറെ പരിപാടി ഇല്ല. ഇപ്പൊ ബാക്കി വലിയ ചാനലൊക്കെ എടുത്താൽ ട്രാക്കിംഗ് ഒക്കെ അങ്ങനെ സംഭവം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഒരു സാധനത്തിന് നെഗറ്റീവ് പറയില്ല. എന്ന് വെച്ചാൽ അവർക്ക് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പൊ ഗിക്ക് രഞ്ജിത്ത് പറഞ്ഞ ആൾ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആൾക്ക് കുറെ കമ്പനികൾ ഇപ്പോൾ എന്താ പറയാ റിവ്യൂ ഇട്ട് കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ ആള് പച്ചയ്ക്ക് എല്ലാം എടുത്ത് പറയും. ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, ഗുരുജി ഉണ്ടല്ലോ, അതൊക്കെ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതൊന്നും ഫോളോ ചെയ്യാറില്ല. നോർമലി ഇത് ഇങ്ങനെ പിന്നെ ഇംഗ്ലീഷ് ചാനലുമാണ്, അപ്പൊ പിന്നെ കുഴപ്പമില്ല. നമുക്ക് ഞാൻ ഹിന്ദിയും കാണാറുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ ഹിന്ദി അങ്ങനെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഹിന്ദി ഓഡിയൻസിന് ഓൾറെഡി ഹിന്ദി ഓഡിയൻസ് കുറേ ഉണ്ട്, അവർ നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ നമ്മുടെ ആവശ്യമില്ല, അവർക്ക് ഓൾറെഡി വേറെ ഇഷ്ടം പോലെ ഓഡിയൻസ് ഉണ്ട് അവർക്ക്. അപ്പോൾ അവർ സുഖമായിട്ട് അവർക്ക് എന്ന് വെച്ചാൽ അവർ നല്ല സപ്പോർട്ടീവ് ഓഡിയൻസാണ്. ഹിന്ദി ഓഡിയൻസ് നോക്കി കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടീവ് ഓഡിയൻസാണ്. അവർക്ക് കണ്ടന്റ് മാത്രം ഉണ്ടായാൽ മതി, നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അതേപോലെ ഇപ്പോൾ ഫിനാൻസിന്റെ കണ്ടന്റ് ആയിക്കോട്ടെ നല്ല സപ്പോർട്ട് തരും. നമ്മുടെ മലയാളികൾ പോലെ ബാക്കിൽ കൂടെ പോയി കുത്തുന്ന പരിപാടിയില്ല. അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ നോർമലി നമ്മുടെ പണ്ട് തൊട്ടേ ഗീക്ക് രഞ്ജിത്തിന്റെ സാധനം ഫോളോ ചെയ്യാറ്, നോർമലി കാണാറുള്ളതും. പിന്നെ മലയാളത്തിൽ അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും വലിയ എന്താ പറയുക ക്വാളിഫൈഡ് ആൾക്കാരൊന്നും ഇല്ലയെന്ന് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ബാക്കി എല്ലാം ഈ ഗാഡ്ജറ്റ് അൺബോക്സിങ് സംഭവങ്ങളൊക്കെയാണ്. എന്നുവെച്ചാൽ ഞാൻ ആക്ച്വലി ഈ ഫിനാൻസും ടെക്കും ചെയ്യുന്നത് ഞാൻ ഇതിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തില്ല. ഇതിനു മുമ്പ് IT ഫീൽഡിലായിരുന്നു, സ്മാർട്ട് ഫോൺ സെക്ടറിൽ തന്നെയായിരുന്നു, ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിനുശേഷം ഞാൻ ഫിനാൻസ് എടുത്തപ്പോൾ ഫിനാൻസിലേക്ക് മെയിനായിട്ട് മാറിയതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 സബ്ജക്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ഹോബി പോലെ അല്ലെങ്കിൽ ഒരു സെക്കൻഡിങ് എന്ന് പറയാം, ചെറിയ വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ ഈ ഫോണൊക്കെ ഒന്ന് സ്വന്തം കാശ് ഉപയോഗിച്ചിട്ട് വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കാരണം, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്, അല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടൊന്നുമല്ല കേട്ടാ. ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ട്. ഒന്നാമത് മലയാളികൾക്ക് ഇങ്ങനത്തെ നല്ല കണ്ടന്റ്സ് ഒന്നും വേണ്ട, കൂതറ ഡെയിലി വ്ളോഗും അങ്ങനത്തെ കുറെ എന്ന് വെച്ചാൽ ഒരു 80% ആൾക്കാരും തനിത്തെ ബ്രെയിൻലെസ് പീപ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വലിയ ഡിഗ്രി വാങ്ങിക്കിട്ടുന്നത് മാത്രമേ ഉള്ളൂ, 10 വയസ്സേക്ക് പോകത്തില്ല എന്തായാലും ഒന്നിനും. എന്ന് വെച്ചാൽ അത് ശരിക്കും നമ്മുടെ റീസെന്റ് സർവേ വന്നപ്പോൾ തന്നെ വന്നു എന്ന് വെച്ചാൽ 80% സൈബർ ഫ്രോഡിൽ പെട്ടേക്കുന്നത് കേരളത്തിൽ നിന്നാണ്. അതും എന്താ പറയാ ഭയങ്കര ഹൈ ഡിഗ്രി ഹോൾഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, ഹൈ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരും. അപ്പോൾ അറിയാലോ എത്ര കോമൺ സെൻസ് എത്ര സംഭവം ഉണ്ടെന്ന്. അത് ഞാനത് എന്താ പറയാ കളിയാക്കി പറഞ്ഞല്ല, അതാണ് ശരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തൊക്കെ പറയാം. എന്താ വെച്ചാൽ ഇപ്പൊ റീസെന്റ് വന്ന എന്താ വെച്ചാൽ ഈ കൊല്ലം തന്നെ 7000 കോടിയുടെ സൈബർ ഫ്രോഡാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അതിൽ 80% മലയാളികളാ. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പോട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമുക്ക് എന്തായാലും നിർത്താം. അടുത്തില്ലാണ്.